ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ആര്യകൃഷ്ണ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡിഷാണ്, കുക്കിംഗ് ആണ്. ക്രീമി കക്ക പൊറോട്ട റോൾ. ഇതാണ് ഇതിൻ്റെ പേര്. ഞാൻ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. ഇതിന് 5 പൊറോട്ട വേണം. 5 പൊറോട്ട ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. പൊറോട്ട ചെയ്യുന്നത് ഞാൻ പിന്നെ വീഡിയോ ആയിട്ടിടാം. പിന്നെ വേണ്ടത് ഒരു സോസാണ്. അതിന് വേണ്ടി 200 മില്ലി പാല് വേണം, മിൽക്ക്. പിന്നെ വേണ്ടത് മൈദ വേണം, അതൊരു 2 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ ഒരു ഉള്ളിയുടെ ഒരു പകുതി വേണം, ഒരു പകുതി കഷ്ണം. പിന്നെ 2 ഗ്രാമ്പു അഥവാ ക്ലോവ്സ് വേണം. പിന്നെ ഒരു കറുവയില വേണം. പിന്നെ അമൂലിൻ്റെ ബട്ടർ വേണം. അമൂലിൻ്റെ ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അതും വേണം. പിന്നെ വേണ്ടത് മസാലയ്ക്കാണ്. മസാലയ്ക്ക് ഒരു ഉള്ളി 2 കഷ്ണങ്ങളാക്കിയതാണ്, അതാണ് മസാലയ്ക്ക് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഇവിടെ മസാലക്കൂട്ടുണ്ട്. മസാലപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, പാകത്തിന് ഉപ്പ്. പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഉണ്ട്, അത് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലെ മെയിൻ ഡിഷാണ്, അത് വന്നിട്ട് ഇതാണ് കക്ക. എളമ്പക്ക, കക്ക എന്നൊക്കെ നമ്മൾ പറയുന്ന കക്കയാണിത്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു മുളക്, 5 ചെറിയുള്ളി, സാലോട്ട് എന്ന് പറയും. പിന്നെ ഒരു വെളുത്തുള്ളി, 2 കറി ലീവ്സ്. അതുകൂടാതെ ഫൈനൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് 3 വാഴയില കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് വാട്ടി വെച്ചിരിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ മസാലയ്ക്ക് വേണ്ട ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചതച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ മിക്സിയോ അമ്മിയോ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു കൊത്തമ്മിയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് കറിവേപ്പില, പിന്നെ മുളകൊന്ന് പൊട്ടിച്ചിടുക, അത് നന്നായിട്ട് ചതഞ്ഞ് കിട്ടാനാണ്. പിന്നെ ഉള്ളി, എല്ലാ ഉള്ളികളും അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. നന്നായിട്ട് വേണ്ട, ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലായാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അത് ഒന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം അത് നന്നായി ചതഞ്ഞ് വന്നിട്ടുണ്ട്, അത് മാറ്റി വെക്കുക. ഇത് മസാലയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ഉള്ളി നമുക്ക് മുറിച്ചെടുക്കാം, 2ആയി മുറിച്ചെടുക്കാം. അപ്പോൾ ഉള്ളി 2 പീസാക്കിയതിന് ശേഷം മുറിച്ചിട്ട് കഴിഞ്ഞു. ഇത് മസാല തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൂടാതെ കക്ക നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന മസാലകളൊക്കെ ചേർത്ത് നന്നായിട്ട് കക്ക പുരട്ടി വെച്ചിട്ടുണ്ട്. അതൊരു 20 മിനിറ്റോളം അത് പിടിച്ചോട്ടെ മസാല നന്നായിട്ട്. നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന സാധാ അടുപ്പിലാണ് കേട്ടോ. ചീനിച്ചട്ടി വെക്കുക അടുപ്പിലേക്ക്. അതിനുശേഷം അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. 3 ടേബിൾ സ്പൂൺ കേട്ടോ ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ ഞങ്ങളുടെ പാത്രത്തിൽ നിന്ന് നേരിട്ട് ഒഴിച്ചതാണ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ ആദ്യം അലങ്കരിക്കാൻ തയ്യാറാക്കി വെച്ചിരുന്ന ക്യാരറ്റ് ഉണ്ടായിരുന്നു. ആ ക്യാരറ്റിൻ്റെ പച്ച ചുവ മാറാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അത് എണ്ണയിലിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. എണ്ണ ചൂടായതിന് ശേഷമാണ് ക്യാരറ്റ് അതിലേക്ക് ഇടേണ്ടത്. ക്യാരറ്റിലും ചെറിയ രീതിയിലുള്ള ജലാംശമൊക്കെ ഉണ്ടാവും. ആ ജലാംശമൊക്കെ നന്നായി സോട്ട് ചെയ്ത് കളയണം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് അതൊന്ന് ചെറിയ കഷ്ണാക്കി അരിഞ്ഞെടുക്കുക. അങ്ങനെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് സോട്ട് ചെയ്യുക. അലങ്കരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് കടിക്കുന്ന പോലെ കിട്ടണം. അത് സോട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. മൊത്തത്തിൽ അടുപ്പിൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ ഒരു ചാലഞ്ച് എന്ന പോലെ അടുപ്പിലാണ് ചെയ്യുന്നത്. സാധാരണ പണ്ട് കാലത്തൊക്കെ അടുപ്പിലായിരുന്നല്ലോ ചെയ്യാറ്. അപ്പോൾ അതിലേക്കൊന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അടുപ്പിൽ തന്നെ ആദ്യത്തെ എൻ്റെ കുക്കിംഗ് ചെയ്യാമെന്ന് കരുതിയത്. അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചതച്ചത് തന്നെ ആദ്യം ചേർക്കുന്നത്. നമ്മൾ എന്ത് ചതച്ചോ അത് ആ ചതച്ചത് ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിന് അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരും. ചെറിയുള്ളിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മളൊരു ഭക്ഷണത്തിലേക്ക് ചേർത്താൽ. അപ്പോൾ അത് ആദ്യം ഇടുക. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച വലിയ ഉള്ളി ചേർക്കുക. വലിയ ഉള്ളി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
അതൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മസാലക്കൂട്ടുകൾ ചേർക്കണം. അത് ചെറുതായിട്ട് വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. നിറമൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നു. അതിലേക്ക് ഇനി മസാലക്കൂട്ട് ചേർക്കുക. മഞ്ഞൾപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മസാലപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് പാകത്തിന്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം അടുപ്പിലായതുകൊണ്ട് നമ്മുടെ മീഡിയം സൈസിലൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റേതായൊരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് അടിയൊക്കെ കരിയും. അപ്പോൾ തീ നിങ്ങൾ അടിയിൽ കുറച്ച് കൊടുക്കണം. അപ്പോൾ എന്നതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. മസാലയുടെ പച്ച ചുവയൊക്കെ നന്നായിട്ട് പോവണം. ആ രീതിയിൽ വഴറ്റിയെടുക്കുക. ശേഷം ഒരു ഫ്രൈയിങ് പാൻ വെക്കുക. ആ ഫ്രൈയിങ് പാനിലാണ് നമ്മൾ കക്ക പൊരിക്കാൻ പോകുന്നത്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടാവട്ടെ. 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചത്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ചേർക്കുക. അത് കരിയാതിരിക്കാനും ഫിഷിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും കറിവേപ്പില നല്ലതാണ്. പോരാത്തതിന് അത് മുടിക്കും നല്ലതാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ 20 മിനിറ്റ് വെച്ചിരുന്ന മസാല പിടിക്കാൻ വെച്ചിരുന്ന കക്ക ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഉപ്പേരിക്ക് ഇളക്കും പോലെ ഇളക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതല്ല പൊരിഞ്ഞിട്ട് മൊത്തത്തിൽ മറിച്ചിട്ട് കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തായാലും അത് നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരണം. നന്നായിട്ട് കക്കയുടെ മൊത്തം വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം അത് നന്നായിട്ട് പറ്റി പിടിക്കാൻ തുടങ്ങും പാത്രത്തിൽ. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് പൊരിയാൻ വേണ്ടി തുടങ്ങുകയാണെന്ന്. അങ്ങനെ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇളക്കി കൊടുക്കുകയാണ് ചെയ്തത്. എന്നാൽ അടി പിടിക്കാതെ ഇരിക്കും. അതിന് ശേഷം അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. നമുക്കിതിലേക്കൊരു വൈറ്റ് സോസ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം പാൻ അടുപ്പിലേക്ക് വയ്ക്കുക. അതിലേക്ക് നേരത്തെ കാണിച്ച പോലെ 200 മില്ലി പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായിക്കോട്ടെ. എന്നതിന് ശേഷം അതിലേക്ക് ഒരു ഉള്ളി, നേരത്തെ കഷ്ണം എടുത്തിരുന്ന ഉള്ളി, അതിൻ്റെ മുകളിൽ കറുവാപ്പട്ട ഇങ്ങനെ വെച്ച് അതിലേക്ക് ക്ലോവ്സ്, അതായത് ഗ്രാമ്പൂ ഇതുപോലെ കുത്തി കൊടുക്കുക. അത് പാലിലേക്ക് ഇട്ട് കൊടുക്കുക. പാലിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അരികിലൊന്നും പറ്റി പിടിക്കാനൊന്നും പാടില്ല. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങി വരണം. അപ്പോൾ പാലിനൊരു ക്രീമി ടെക്സ്ചറും വരും. അതിൻ്റെ ഒപ്പം അതിനൊരു ടേസ്റ്റ് കൂടെ വരും. ഉള്ളീൻ്റെ ആദ്യത്തെ തോലൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഏകദേശം പാകമായി എന്ന് മനസ്സിലാക്കാം. എന്നതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുക. അതിൽ നിന്ന് നമുക്കത് മാറ്റിക്കളയാം കേട്ടോ, ആ നേരത്തെ ഉള്ളിയൊക്കെ. ശേഷം ബട്ടർ ചേർക്കുക. ഞാൻ അമൂലിൻ്റെ ബട്ടറാണ് ഇവിടെ എടുത്തത്. അതൊരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ അതിലേക്ക് ചേർക്കുക. ആ ബട്ടർ ഞാൻ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടോ ബട്ടർ. അതുകൊണ്ട് ഒരുപാട് സമയം എടുത്തില്ല ഒരുക്കി വരാൻ. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിരുന്നു. അതിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ചുറ്റിച്ച് കൊടുക്കുക. കാരണം മൈദ ഇട്ട് കഴിഞ്ഞാൽ അത് സൈഡിലേക്ക് പിടിക്കാൻ പാടില്ല. ഇതിലേക്കാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നത്. മൈദ ഇടുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്ര മതി ഇതിലേക്കെന്ന്. എന്തായാലും 2-2.5 ടേബിൾ സ്പൂൺ മതിയാവും. അത് കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി അതൊരു ഇതുപോലെ കുമിളയൊക്കെ വന്ന് അത് നന്നായിട്ട് ഒരു ക്രീമി ടെക്സ്ചർ പോലെ ആയി വരും. ഇങ്ങനെ ആയി വരും. അങ്ങനെ അങ്ങനെ ഇളക്കുന്ന സമയത്ത് അങ്ങനെ ആയി വരണം. വിട്ട് വരുന്നത് പോലെ വരണം. അതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പാലിൻ്റെ ആ മിശ്രിതം അത് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് പെട്ടെന്ന് തിക്കാവും കേട്ടോ. നന്നായിട്ട് തിക്കാവും. നമുക്ക് ഇത്തിരി തിക്കായിട്ട് കിടന്നോട്ടെ, ഇല്ലെങ്കിൽ ഒലിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇത്തിരി തിക്കായിക്കോട്ടെ. ഇത് പെട്ടെന്ന് തന്നെ തിക്കായി. ഞാൻ പോസ് ചെയ്തിട്ടില്ല വീഡിയോ. പോസ് ചെയ്യാതെ തന്നെ എടുത്തതിൻ്റെ കാരണം ഇത്രയും സമയം കൊണ്ട് തന്നെ അത് തിക്കായി കിട്ടി. തിക്കായതിന് ശേഷം നമ്മളത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കണം.
അങ്ങനെ ഫൈനൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വാഴയില വാട്ടിയെടുത്തത് അടുപ്പത്ത് വെച്ച് വാട്ടിയെടുത്തത് എടുത്തിരിക്കുകയാണ്. അതിലേക്കൊരു പൊറോട്ട വെച്ചതിന് ശേഷം നമ്മുടെ സോസ് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സോസ് നിങ്ങൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നവർക്ക് ചിലപ്പോൾ അത് കട്ടയായിപ്പോയി എന്ന് വരും. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ. ചൂട് പാല് ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം, ഓയിൽ അങ്ങനെയുള്ള ഒന്നും ചേർക്കരുത്. ഒരു 2 തുള്ളി ചൂടുള്ള പാല് ചേർക്കുക. എന്നാൽ അതൊന്നുകൂടെ ടെക്സ്ചർ മാറിക്കിട്ടും. പിന്നെ നമ്മൾ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാല അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. മസാല വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത കക്ക കൂടെ മസാല യോജിപ്പിക്കണം കേട്ടോ. മസാലയും കക്കയും യോജിപ്പിക്കണമെന്നില്ല. അതിലേക്ക് കക്ക കൂടെ വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടാനുസരണം ആവശ്യത്തിന് അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഇതിനെ ചുരുട്ടിയെടുക്കണം, റോള് ചെയ്തെടുക്കണം. അതിന് മുൻപ് അതിലേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ച ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതുകൂടെ കൊടുത്തതിന് ശേഷമാണ് റോള് ചെയ്തെടുക്കേണ്ടത്. അത് ആദ്യം പൊറോട്ട റോള് ചെയ്യുക. പൊറോട്ട നന്നായിട്ട് വൃത്തിയിൽ സൈഡിൽ നിന്നൊക്കെ വീണ് പോകും. സൈഡൊന്നും ചുരുട്ടി കൊടുക്കേണ്ട പ്രശ്നമില്ല കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ റോൾ ചെയ്തതിന് ശേഷം വാഴയിലയിലും ഒന്ന് റോൾ ചെയ്യുക. വാഴയിലയുടെ ടേസ്റ്റ് മൊത്തം അതിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് ഇതിനെ എടുത്ത് സ്റ്റീം ചെയ്യാൻ പോകുന്നത്. സ്റ്റീം ചെയ്യാൻ ഞാനിതിപ്പോൾ 2 തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളിത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്യുകയാണ്. അത് ഇഡ്ഡലി തട്ടാകുമ്പോൾ നമുക്ക് അടുപ്പിലൊക്കെ വെക്കാൻ സുഖമാണ്. ഇഡ്ഡലി തട്ട് വെച്ച് അതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 1/4 മണിക്കൂർ നേരം വെച്ചാൽ മതിയാവും. അതിന് ശേഷം അത് സ്റ്റീമായി വന്നിട്ടുണ്ട് 1/4 മണിക്കൂറിന് ശേഷം. അതാണ്. അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ആവില്ല കേട്ടോ. നമ്മൾ പൊറോട്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി കാണും വരെ താങ്ക് യു.